പൊട്ടറ്റോ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള റിങ്സ് ആണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിൾ ആണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 1 മിനിറ്റോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലെക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാട്ടോ. 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി കൈവിടാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. പൊടിച്ചതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കൈവിടാതെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില അല്ലെങ്കിൽ ഒറിഗാനോ അല്ലാന്നുണ്ടെങ്കിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിത് കസൂരി മേത്തിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എള്ള് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അത്യാവശ്യം വറ്റി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു 2 3 പൊട്ടറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ഉടച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താലും മതിയാവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്തതായിരിക്കണം. എങ്കിലേ നമുക്കതൊരു ഡോ പോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ റവ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. റവയിൽ വെള്ളം മുഴുവനായിട്ട് വറ്റിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാനുള്ളത്. ഇതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നല്ല രീതിയിൽ പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് ഇതിൻ്റെ ചൂടൊക്കെ മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി നമ്മളിത് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. റവ ആയതുകൊണ്ട് തന്നെ അല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരുവിധം നന്നായിട്ട് സെറ്റായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് കയ്യിൽ അല്പം എണ്ണയൊന്ന് തടവിയതിനു ശേഷം ഇതുപോലെ ചെറിയൊരു ഡോയുടെ ഷേപ്പിലേക്ക് കുഴച്ചെടുക്കാം. ഇതിന് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ വെച്ച് കൊടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും പുറമെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 2 തരം അടപ്പെടുക്കുക. ഒന്ന് വലിപ്പമുള്ളതും ഒന്ന് അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞതുമായ 2 അടപ്പ് എടുത്തതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ പീസ് കട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണ അടപ്പാണ് എടുത്തിട്ടുള്ളത്. കുപ്പിയൊക്കെ അടച്ചു വയ്ക്കുന്ന അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടുകളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം ഈ ഒരു കട്ടി തന്നെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ റവ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളർ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മാത്രം കോരി മറിച്ചിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം കോരി മാറ്റാം. ബാക്കി നടുക്ക് ഭാഗത്തായിട്ട് ഇളക്കിയെടുത്തത് കൂടി ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.